ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റിജോ ജോർജ് എന്നാണ്. ഹൃദയകാലി ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന് പറയുന്ന ഈ ചാനലിലൂടെ അനുഭവ സാക്ഷ്യമായി പറയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച എല്ലാ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചത് കോന്നിയിലാണ്. ഞാൻ വളർന്നതും ബാക്കി എൻ്റെ പഠനവും എല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനാണ്. അതുമൂലം ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. അങ്ങനെ ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ അകത്ത് ജനിച്ച് ഒരു പിതാവ് സുവിശേഷ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ വളർന്നു വരുവാൻ ഇടയായി. പ്രത്യേകമായി അന്നത്തെ സാഹചര്യങ്ങളൊക്കെയും വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നുപോയത്. അന്ന് വളരെ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾക്ക് ഇവിടെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന കഴക്കൂട്ടത്തിനടുത്ത് പുത്തൻതോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ബന്ധുമിത്രാദികളോ മറ്റാരുമില്ല. ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു വളരെ കുഞ്ഞു പ്രായത്തിൽ. എന്നാൽ പിന്നത്തേൽ കാരണം അവിടുത്തെ ഒരു ആരും നമ്മളെ ആദ്യമൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുമൂലം നമ്മൾ ഒത്തിരിയധികം ഒറ്റപ്പെടലൊക്കെ വന്നു. ഒത്തിരിയധികം പട്ടിണികളും പ്രയാസങ്ങളൊക്കെ കുഞ്ഞു പ്രായത്തിൽ അനുഭവിച്ചു. എൻ്റെ സ്കൂൾ ജീവിതമൊക്കെയും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആയിരുന്നു. വിവിധ സ്കൂളുകളിൽ മാറി മാറി പഠിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വന്നു. എന്നാൽ മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, കേവലം അതുപോലെ അവരുടെ ആ കുടുംബത്തിൻ്റെ അകത്ത് ജനിച്ചതുകൊണ്ട് ഞാനും ദൈവത്തെ അറിഞ്ഞു, അങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതല്ലാതെ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നത്തതിൽ ജീവിതത്തിൻ്റെതായ യാത്രയിൽ പല സാഹചര്യത്തിൻ്റെ അകത്ത് ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവം എന്നോട് ഇടപെടുവാനുള്ള വിവിധമായ തലങ്ങളിൽ അവസരങ്ങൾ ലഭിച്ചു. പലപ്പോഴും രോഗത്തിൻ്റെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലൊക്കെയും വിടുവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുവാനിടയായി. എന്നാൽ എൻ്റെ കോളേജ് പഠനം, ഞാൻ BSc ഫോറൻസിക് സയൻസ് മധുരയിലാണ് പഠിച്ചത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഭവനത്തിൽ കൊറോണയൊക്കെ ആയി ഇരിക്കുന്ന സമയമാണ് ദൈവം എന്നെ ആദ്യമായി പേഴ്സണലായിട്ട് സംസാരിക്കുന്നതും ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു. അതിനു മുന്നേ സുവിശേഷ വേലയോടോ ഈ ദൈവിക കാര്യങ്ങളിലോടൊന്നും വലിയ താല്പര്യമില്ലാതെ കേവലം ഒരു സാധാരണ ഒരു യൗവനക്കാർ ജീവിച്ചു പോകുന്നത് പോലെ ജീവിച്ചു പോകുന്ന ഒരു ശൈലിയായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും രാത്രി ദൈവം എന്നോട് സംസാരിക്കുന്നതായ പല സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വന്നു. മുന്നിലോട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ തയ്യാറെടുത്തിരുന്ന എൻ്റെ ജീവിതത്തിൽ അതിനൊരു മാറി ചിന്തിക്കാനുള്ള അവസരം ദൈവം തന്നു. അതിലെല്ലാം ഉപരി ഈ ലോകത്തിലെ സുഖങ്ങളും അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസത്തെക്കാളെല്ലാം ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ വേലയാണ്. കാരണം എൻ്റെ പിതാവിൻ്റെ പിതാവും എൻ്റെ വല്യപ്പച്ചനും ഒരു സുവിശേഷകനായിരുന്നു. കോടതി ജോലിയൊക്കെ രാജിവെച്ച് സുവിശേഷം പ്രവർത്തനം ചെയ്ത ഒരു കർത്താവിൻ്റെ ദാസനാണ്. എന്നാൽ മൂന്നാം തലമുറ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ അതൊന്നും വേണ്ട, സാധാരണമായ രീതിയിൽ ജോലി ചെയ്ത് ഉദ്യോഗസ്ഥനായി ഇരുന്നാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടതിൻ്റെ ഫലമായി ഞാൻ മണക്കാലയിൽ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കുവാൻ വേണ്ടി പോയി. അവിടെ പഠനം ആരംഭിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ എനിക്ക് ഒത്തിരി ആക്സിഡൻറ്റുകളും ഒത്തിരി മാരകമായ രോഗങ്ങളും വന്നിട്ടുണ്ട്. അന്നെല്ലാം എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ പ്രാർത്ഥനയാണ് എന്നെ അവിടെ നിന്നൊക്കെയും വിടുവിച്ചത്. പലപ്പോഴും വൈദ്യശാസ്ത്രമൊക്കെ തള്ളിക്കളഞ്ഞ അവസരങ്ങളിലും പ്രാർത്ഥനയ്ക്കകത്തൊരു ശക്തിയുണ്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിച്ചതാണ്. എന്നാൽ സെമിനാരിയിൽ ചെന്ന് പഠനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായി പല സാഹചര്യത്തിൻ്റെ അകത്ത് പിന്നെയും പ്രതികൂലം വന്നു. പഠിത്തം നിർത്തണമെന്നുള്ള പല സന്ദർഭങ്ങൾ വന്നു. എന്നാൽ മൂന്നാം വർഷം പഠിക്കുന്ന സമയത്ത് അതിനോടൊപ്പം
ഞാൻ ശുശ്രൂഷയിൽ ഒരു സഭ ഞായറാഴ്ച പോയി നടത്താറുണ്ട്. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് എൻ്റെ യാത്ര തിരുവനന്തപുരത്തേക്ക് ഞാൻ നടത്തുന്ന ചർച്ചിലേക്ക് വരുന്നതിൻ്റെ മധ്യേ കൊട്ടാരക്കര അതിനു മുന്നായി മൈലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എനിക്കൊരു അപകടം ഉണ്ടായി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സമയം. ആ ആക്സിഡൻറ്റ് ഒരു ബൈക്ക് അപകടമായിരുന്നു. അതിലെൻ്റെ ഇടതുകരം പൂർണ്ണമായി ഏകദേശം എല്ലാ മാംസങ്ങളും നാഡിനരമ്പുകളും തൊലിയും എല്ലാം ബന്ധം വിട്ട് പോയൊരവസ്ഥയാണ്. എല്ലും കുറച്ച് തൊലി കഷ്ണവും മാത്രം ആ കരത്തിൻ്റെ അതിൽ ജോയിൻ്റായിട്ട് നിൽപ്പുണ്ട്. ബാക്കിയെല്ലാം പൂർണ്ണമായി അടർന്നു മാറിയൊരു സന്ദർഭമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതൊരു ഞായറാഴ്ച വെളുപ്പാൻ കാലമായതുകൊണ്ട് തന്നെ ചുറ്റുപാടുകളിലൊന്നും വലിയ ആളുകളില്ല. എന്നാൽ അല്പം ചിലരേ ഉള്ളൂ. അവരാരും ഹോസ്പിറ്റലിൽ പോകാനൊന്നും തയ്യാറല്ലാതെ എല്ലാവരും മടിച്ചു മാറി നിൽക്കുമ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ അവസാന നിമിഷങ്ങളാണ്. ഒരുപക്ഷെ അവിടെ കിടന്ന് ഞാൻ മരിക്കുമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുവാനിടയായി. അവസാന നിമിഷങ്ങളിൽ മരണത്തോട് ഒരു മനുഷ്യൻ അടുക്കുമ്പോൾ ഞാൻ പഠിച്ചതും ഞാൻ കേട്ടതുമായ എൻ്റെ ചിന്താഗതിയിൽ ഒരു മരണം കഴിഞ്ഞാൽ അടുത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെ അകത്ത് അത് നിത്യമായൊരു ജീവിതമാണ്. അത് രണ്ട് തരത്തിലുണ്ട്. മനുഷ്യൻ നല്ല രീതിയിൽ ജീവിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിലെത്തുമെന്നും, അല്ല പാപം ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ പോയാൽ നരകത്തിലെത്തുമെന്നുള്ളൊരു ചിന്താഗതിയിൽ അന്ന് ഞാൻ എൻ്റെ അവസാന നിമിഷമാണെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറയുകയും ഞാനത് മരണം മുഖാമുഖമായി കണ്ടതാണ്, മരിക്കുമെന്ന് തോന്നി. എന്നാൽ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ, ഒരു രണ്ടാമതായൊരു പ്രത്യേകമായൊരു ശക്തി അപ്പോൾ അനുഭവപ്പെടുകയും ഒരു പ്രത്യേക ബലം തരികയും എൻ്റെ സ്വന്തം കരം ഞാൻ ചേർത്ത് പിടിച്ച് വരുന്നതായ ഒരു ഓട്ടോറിക്ഷയെ കൈ കാണിച്ച് അതിൻ്റെ അകത്ത് ഞാൻ തന്നെ കയറി നേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുവാനിടയായി. അവിടെ വെച്ച് പ്രാഥമികമായ ചികിത്സകളും ഫസ്റ്റ് എയ്ഡെല്ലാം ചെയ്ത് അവർ പറഞ്ഞു അടുത്ത ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുവാനിടയായി. അവിടെ വെച്ച് ഡോക്ടർമാരെല്ലാം പല വിഭാഗത്തിലെയും ഓർത്തയിലെയും പ്ലാസ്റ്റിക് സർജറിയിലെയും ബാക്കിയുള്ള അങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ വന്നുകൂടി. അവരുടെ എല്ലാം തീരുമാനപ്രകാരം താൽക്കാലികമായിട്ടൊരു സർജറി ചെയ്യുക, കരം ചേർത്ത് വയ്ക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഈ കരത്തിന് ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ലഭിക്കത്തില്ല എന്ന് അവർ മുന്നമേ പറയുവാനിടയായി. എന്നാൽ അന്ന് ഡോക്ടർമാർക്ക് തന്നെ വളരെ കൺഫ്യൂഷനായിരുന്നു. ഇതെങ്ങനെ സർജറി ചെയ്യണം, ഇതെങ്ങനെ അതിനെ പൂർത്തീകരിക്കണമെന്നുള്ള ഒരു താമസവും അവരുടെ ചിന്തകളുമെല്ലാം ഏകദേശം ഒരു ദിവസത്തോളം ലേറ്റ് ആകാനിടയായി സർജറിക്ക്. അടുത്ത ദിവസം തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സർജറി നടക്കുന്നത്. സർജറിക്ക് തൊട്ട് മുന്നേ എന്നോടും പിതാവിനോടും പറഞ്ഞ് ഞങ്ങൾ സാധാരണ രീതിയിൽ ഒരു ടെമ്പററി ആയിട്ടൊരു സർജറി ചെയ്യുന്നതേ ഉള്ളൂ, കരം ചേർത്ത് വയ്ക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കരത്തിന് യാതൊരു രീതിയിലുള്ള സ്വാധീനമോ മറ്റു ചലനങ്ങളോ ഒന്നും കിട്ടത്തില്ല. ആ രീതിയിലെല്ലാം ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതപത്രത്തിൻ്റെ അകത്ത് ഒപ്പിടിപ്പിച്ചിട്ടാണ് സർജറിയൊക്കെ നടത്തിയത്. എന്നാൽ സർജറി കഴിഞ്ഞ് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ നിരാശയിലേക്ക് പോകുവാനിടയായി. കാരണം ഇന്ന് വരെ ഇരു കരവും ഉപയോഗിച്ച് ഞാൻ വാഹനം ഓടിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അനേക ദൂരങ്ങൾ യാത്ര ചെയ്യുന്നതും വാഹനം ഓടിക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എൻ്റെ മുന്നിലോട്ടുള്ള ജീവിതം എങ്ങനെയായി തീരുമെന്ന്, ഒരു കൈക്ക് സ്വാധീനമില്ലാതെ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള പല ചോദ്യങ്ങളുമായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യം, ഞാൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങിയതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഭാരം വന്നത് നാളെ അതെനിക്ക് ശുശ്രൂഷകളിലെല്ലാം ബാധിക്കുമല്ലോ എന്ന് ദൈവത്തോട് ആ കിടപ്പിൽ പല ചോദ്യങ്ങളും എൻ്റെ മനസ്സിൻ്റെ അകത്ത് വരുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ മനസ്സിൽ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. വലിയ നിരാശയുടെ സമയങ്ങളിലേക്ക് എൻ്റെ ജീവിതം പോകുവാനിടയായി. എന്നാൽ ദൈവം അവിടെ നിന്നെല്ലാം എനിക്ക് പല സമയങ്ങളിലും ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നോട് പലതും സംസാരിക്കുന്നതായി എനിക്ക് മനസ്സിലാകുകയും ഇന്നുവരെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കാത്ത
വ്യത്യസ്തമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ അനുഭവിക്കുന്ന സമയങ്ങളായിരുന്നു. ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അതുവരെ പലരിൽ നിന്നും കേട്ടിട്ടേ ഉള്ളൂ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നും ഇടപെടുമെന്നും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമെന്നൊക്കെയും കേട്ടിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരണം ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ആ വൈഷമ്യ ഘട്ടങ്ങളിൽ ഒറ്റക്കിടപ്പായി എൻ്റെ ഈ പ്ലാസ്റ്റിക് സർജറി കൈ തുന്നി തയ്ച്ചപ്പോൾ തന്നെ വലത് കാലിലെ തുടയിൽ നിന്നുള്ള തൊലിയും മാംസവും ഒക്കെ എടുത്തു വെച്ചാണ് അത് ചേർത്തത്. അപ്പോൾ രണ്ട് ഭാഗത്തും നല്ല വേദനയുണ്ട്. കാലും അനക്കാൻ കഴിയത്തില്ല, കൈയും അനക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആഹാരം കഴിക്കണമെങ്കിൽ മാതാപിതാക്കൾ വാരിത്തരണം. അതിന് ശരീരം മുഴുവനും ആക്സിഡൻറ്റിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ വേദനയും പ്രയാസങ്ങളും. അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇനിയും അങ്ങോട്ട് മുന്നിലോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പ്രാർത്ഥന മറ്റൊന്നുമല്ല, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. എന്നെ വിടുവിക്കുന്നുവെങ്കിൽ എൻ്റെ കരത്തിന് പൂർണ്ണ ചലനം കിട്ടി. പൂർണ്ണ വിടുതലോട് ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം വേണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനോടനുബന്ധിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഘട്ടം ഘട്ടമായി എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞു ഇനിയും 2 വർഷം കഴിഞ്ഞ് അടുത്തൊരു സർജറി ചെയ്യണം. അത് മസിൽ ട്രാൻസ്ഫറാണ്. അത് ഏതെങ്കിലും ഒരു ഭാഗത്തെ മസിൽ എടുത്ത് നമ്മുടെ കരത്തിൽ ചേർത്ത് വയ്ക്കും. ചെറിയൊരു രീതിയിൽ ഒരു 10% എല്ലാം കൈക്ക് അനക്കാൻ കഴിയും, അത്രമാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സർജറിയും എല്ലാം ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി മുതലായ പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകാം എന്നവർ പറഞ്ഞു. അതിനാവശ്യമേറിയ മെഡിസിനും മറ്റു കാര്യങ്ങളൊക്കെയും തന്നു. പക്ഷേ അതൊന്നും എനിക്കറിയാം, ഇതൊന്നും അവരുടെ വാക്കുകളിൽ തന്നെ എൻ്റെ മുഖത്ത് നോക്കി തന്നെ അവർ പറഞ്ഞതാണ്, ഇത് ഒരു രീതിയിലും സക്സസ് ആകത്തില്ല, അല്ലെങ്കിൽ ഈ കൈക്ക് സ്വാധീനം കിട്ടത്തില്ല. എനിക്ക് മനസ്സിലായി ദൈവത്തിന് മാത്രമേ സകലതും കഴിയുകയുള്ളൂ. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയട്ടെ, ചില ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ കരം ചലിക്കുവാൻ തുടങ്ങി. സ്റ്റിഫായിരുന്ന കരത്തിൻ്റെ അകത്ത് ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുകയും അതിലെ വിരലുകൾ അനങ്ങുന്നതായി കാണാൻ കഴിഞ്ഞു. പതുക്കെ പതുക്കെ 1 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ കരം ഏകദേശം ഒരു 70%-ലധികമായി എൻ്റെ കരം ചലിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഡോക്ടർമാരുടെ അടുത്ത അപ്പോയിൻമെൻറ്റിൽ സമയമെടുത്ത് അവരെ കാണുമ്പോൾ അവർക്ക് പോലും ആശ്ചര്യമായി തീർന്നു. അന്നത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന ചാൾസ് ഡോക്ടർ എന്നോട് പറഞ്ഞു, പ്ലാസ്റ്റിക് സർജൻ്റെ വിഭാഗത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, പല വ്യക്തികളെയും എനിക്ക് കാണിച്ചിട്ട് പറഞ്ഞു ഇവരുടെയൊക്കെ 5-6 വർഷങ്ങളായ കരമാണ്, പക്ഷെ അവർക്കൊന്നും ഇതുപോലെയുള്ള സ്വാധീനമില്ലാതെ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിജോ, നിനക്ക് കിട്ടിയതൊരു ദൈവം തന്ന വിടുതലാണെന്ന് പറയുവാനിടയാണ്. അതിനോടനുബന്ധിച്ച് എൻ്റെ കരത്തിന് ഒത്തിരിയധികം പിന്നത്തെയിൽ പൂർണ്ണമായ വിടുതൽ ലഭിക്കുവാനിടയായി. ഇന്ന് ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ശുശ്രൂഷയിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം മാറ്റമുണ്ടാകാൻ ആ ഒരു ആക്സിഡൻ്റ് ശേഷം ദൈവം ചെയ്ത വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരത്തിന് കാരണമായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റത്തിന് കാരണമായി തീർന്നു. വളരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ ഈ സുവിശേഷ വേലയെ വെറുത്തൊരു വ്യക്തിയാണ് ഞാൻ. വെറുത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒത്തിരിയധികം ദാരിദ്ര്യങ്ങളും പട്ടിണികളും പ്രയാസങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയൊക്കെ കടന്നു പോയതുകൊണ്ടാണ്. ഇന്നെൻ്റെ പിതാവ് ഒരു അന്യദേശത്ത് വന്ന് ഇങ്ങനെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള സപ്പോർട്ടുകളോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഉന്നതമായ ഒരു നിലയിലുള്ള ആരുടെയും സഹോദരന്മാരുടെയും മറ്റാരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ദൈവവേല ചെയ്തതിൻ്റെ ഒത്തിരി പ്രയാസങ്ങൾ കുഞ്ഞുപ്രായത്തിലേ കണ്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കുക, ഈ ലോകത്തിൽ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ പിന്നത്തേലാണ് മനസ്സിലായത് ഈ ലോകത്തിലെ ജീവിതമെല്ലാം താൽക്കാലികമാണ്. പക്ഷേ വരുവാനുള്ള ദൈവം നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ഒരു നിത്യമായൊരു ഭവനമുണ്ട്. അതാണ് നമ്മുടെ ശാശ്വതമായ ഭവനമെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അറിയുവാനിടയായി. ഇന്ന് ഞാൻ ആ രക്ഷയെപ്പറ്റി വിവിധ വേദികളിൽ, പരസ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ആ ദൈവത്തെ ഉയർത്തുന്നു. ഇതൊരു കെട്ടുകഥയല്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരനുഭവമാണ്. ഓരോ ജീവിതത്തിലും ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 1-2 തവണയായി ദൈവം എന്നോട് സംസാരിച്ചതും ദൈവം എന്നോട് ഇടപെട്ടതും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി മാറ്റത്തിനും ദൈവികമായ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ എന്നെ സഹായിച്ച സന്ദർഭങ്ങളാണ്.
ഈ സമയവും എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ക്രിസ്തു നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമാണ്. അതിലുപരിയായി നമുക്ക് നിത്യജീവനെ തരുവാൻ കഴിയുന്നൊരു ദൈവമാണ്. ഈ ലോകത്തിലെ ജീവിതം ഏറിയാൽ 80 വയസ്സ് വരെ നമ്മൾ ചിലപ്പോൾ ജീവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം. എന്നാൽ അത് കഷ്ടവും പ്രയാസത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിനൊരു നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരു നിത്യമായൊരു ഭവനം നമുക്ക് വേണ്ടി പണിയുന്നുണ്ട്. അതാണ് നമ്മുടെ ശാശ്വതമായ ഒരു ജീവിതം. ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് രണ്ടാം ജനനം ജനിച്ചാൽ, രക്ഷയിലേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, അവന് പിന്നെ രണ്ടാമത്തെ മരണമില്ല. അതിനു പകരം അവന് അടുത്തതായ സ്വർഗത്തിൽ. എന്നാൽ ദൈവത്തെ അറിയാതെ ഈ കൽപ്പനകൾക്കെതിരായി ജീവിച്ചു കഴിഞ്ഞാൽ രണ്ടാം മരണം സംഭവിക്കും. നിത്യനരകാഗ്നിയിലേക്ക് വീഴേണ്ടതായ സാഹചര്യങ്ങൾ വരും. ദൈവത്തെ അറിയുവാനുള്ള സമയമാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഏത് നിമിഷവും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മോട് സംസാരിക്കുന്ന, ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മാറ്റം വരുത്തിയ, വിടിവിച്ച, എന്നെ ധൈര്യപ്പെടുത്തിയ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി അധികം മാറ്റം വരുത്തിയ ആ ദൈവത്തിന് നിങ്ങളെയും മാറ്റം വരുത്തുവാൻ കഴിയും. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.